അങ്കമാലിയിൽ എന്താണ് സംഭവിച്ചത്? CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ആ CCTV ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. വിമത വൈദികർക്കെതിരായ പോലീസ് നടപടിയുടെ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. ബിഷപ്പ് ഹൗസിൽ പോലീസ് എത്തിയത് പുലർച്ചെ 5:20-നാണ്. വൈദികരെ ബലമായി നീക്കുന്നതും ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം. ഇപ്പോൾ പോലീസ് എത്തി വൈദികരെ ബലമായി നീക്കുന്നതിന്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് CCTV ദൃശ്യങ്ങളാണ്. ഇപ്പോൾ വൈദികരെ ബലമായി അവിടെ നിന്ന് തൂക്കിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത്. ബിഷപ്പ് ഹൗസിൽ നിന്ന് വൈദികരെ തൂക്കിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. 21ഓളം വൈദികരാണ്, വിമത വൈദികരാണ് ഈ ബിഷപ്പ് ഹൗസിൽ പ്രതിഷേധം നടത്തിയത്. ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയായിരുന്നു പോലീസ് എത്തിയത്. 5:20 പോലീസ് എത്തി പ്രതിഷേധിച്ച വൈദികരെ ബലപ്രയോഗത്തിലൂടെ അവിടെ നിന്ന് മാറ്റി. 1-2 പേരെ അവിടെ തൂക്കിയെടുത്തുകൊണ്ട് വരുന്നതും ദൃശ്യങ്ങളിലുണ്ട്. നമുക്കൊപ്പം സൈഫ് ന്യൂസ് അലിയാർ ചേരുന്നു. സൈഫ് ന്യൂസ് അലിയാർ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് 1-2 വൈദികരെങ്കിലും തൂക്കിയെടുത്തുകൊണ്ടാണ് പോലീസ് വരുന്നത്. ബാക്കിയുള്ളവരെയും ബലപ്രയോഗത്തിലൂടെയാണ് ബിഷപ്പ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നത്, അല്ലേ? അരുൺകുമാർ, ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമാണ്. 5:20 പോലീസ് ഇവിടെ എത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 3 ദിവസമായി പ്രാർത്ഥന സമയം 5:12 കേട്ടോ സൈഫ് ന്യൂസ്. 5:12 CCTV ദൃശ്യങ്ങൾ. ഓക്കെ, 5:12 പോലീസ് ആ ഭാഗത്തേക്ക് എത്തുന്നു. ബിഷപ്പ് ഹൗസിന് മുൻപിലായിരുന്നു ഇവർ പ്രതിഷേധം നടത്തിയിരുന്നത്. പ്രാർത്ഥനാ യജ്ഞമായിരുന്നു. രാത്രിയായപ്പോൾ ഇവർ അവിടെ സമീപത്തുള്ള മുറിയിൽ ഉറങ്ങാനായി കയറി. പുലർച്ചയോടുകൂടി പോലീസ് എത്തുന്നു. അവിടെ നിന്ന് ഇവരെ ബലമായി തൂക്കിയെടുത്തുകൊണ്ട് തന്നെ പോകുകയാണ്. 4 പോലീസുകാർ ചേർന്നാണ് ഓരോരുത്തരെയും തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നത്. ചിലർ കയ്യിൽ പിടിച്ച് തന്നെ ചിലരെ കൊണ്ടുപോകുന്നു. അതിനുശേഷം ബിഷപ്പ് ഹൗസിന് മുൻപിലുള്ള ഈ റോഡിലേക്ക് അവരെ ഇറക്കി വിടുന്നു. ഈ റോഡിലേക്ക് ഇറക്കി വിട്ട ശേഷം അവർ അവിടെ നിന്നാണ് ഈ പള്ളി കോമ്പൗണ്ടിനകത്തേക്ക് കയറുന്നത്. പള്ളി കോമ്പൗണ്ടിനകത്തേക്ക് കയറിയ പ്രതിഷേധക്കാരെ അവർ അറിയിച്ചതിനെ തുടർന്ന് ഈ വിമത വിഭാഗവും ഇവിടെ ഉണ്ടായിരുന്നു. വിമത വിഭാഗം ഇവിടെ എത്തി വൈദികർക്ക് പിന്തുണ നൽകുകയായിരുന്നു. ചില വൈദികർക്ക് കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ തൂക്കിയെടുത്തുകൊണ്ടാണ് പോയത്. അപ്പോൾ ഉണ്ടായ പരിക്കാണോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പോലീസിന് നടപടി ഉണ്ടായെന്ന് പോലീസ് മർദ്ദിച്ചു എന്ന് തന്നെയാണ് വൈദികർ പറയുന്നത്. അതിനുശേഷമാണ് ഈ പോലീസിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ ഇരിക്കുന്നത്. ഇപ്പോൾ സെൻട്രൽ ACP ജയകുമാറിനെതിരെയാണ് പരസ്യമായ പ്രതിഷേധവുമായി ഈ വിമത വിഭാഗം എത്തിയിരിക്കുന്നത്. നേരത്തെ ഈ പരിക്കേറ്റ വൈദികർക്ക് വൈദ്യസഹായം നൽകിയിട്ടുണ്ട്. പക്ഷേ പള്ളി കോമ്പൗണ്ടിൽ നിന്ന് ഇവർ പിന്നോട്ട് പോവില്ല, പുറത്തേക്ക് ഇറങ്ങില്ല. പുറത്ത് വിമത വിഭാഗവും സമരം ചെയ്യും. ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് അടക്കം വൈകിട്ട് മാർച്ച് നടത്തുന്ന ആലോചിക്കുകയാണ്. നാളെ പള്ളികളിലെല്ലാം തന്നെ കുർബാന നിർത്തിക്കൊണ്ട് കരിദിനം ആചരിക്കാനുള്ള ചർച്ചകളും നടക്കുകയാണ്. ഇതിലൊന്നും അന്തിമ തീരുമാനമായിട്ടില്ലെങ്കിൽ പോലും ഇനി അങ്ങോട്ട് പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് വിമത വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു സൂചന എന്നോണമുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ബസിലിക്ക പള്ളിയുടെ മുൻപിൽ കാണുന്നത്. പോലീസിന് ശക്തമായ സുരക്ഷാ വിന്യാസം ഉണ്ട്. ACP തീർച്ചയായും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ 21 വൈദികരും ബിഷപ്പ് ഹൗസിന്റെ അകത്ത് അവിടെ കിടക്കുകയാണ്. 2 വൈദികർ അവിടെ കിടക്കുന്നുണ്ട്. മറ്റു വൈദികർ സൈഡിലുള്ള ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോഴും പ്രതിഷേധവുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ വിമത വൈദികർ ബിഷപ്പ് ഹൗസിന് മുൻപിലാണ് പ്രതിഷേധം നടത്തിയിരുന്നത്. ബിഷപ്പ് ഹൗസിൽ നിന്ന് ഇറക്കി വിട്ട വൈദികരെ ബിഷപ്പ് ഹൗസിൽ തന്നെ തിരിച്ചു കയറ്റാതെ ഒരു രീതിയിലുള്ള മധ്യസ്ഥ ചർച്ചയ്ക്കും ഇല്ല എന്നുള്ളതാണ് വിമത ദൃശ്യങ്ങളിൽ ചില വൈദികരെ ബലപ്രയോഗത്തിലൂടെ ബിഷപ്പ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്നത് കാണാം. എന്തായാലും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പോലീസ് പറയുന്നു. എന്നാൽ വിമത വൈദികരെ ബിഷപ്പ് ഹൗസിലേക്ക് തിരിച്ചു കയറ്റാതെ ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറല്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്ന വൈദികരുമുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിമത വൈദികരുടെ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്.